അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുമ്പോൾ രണ്ട് പദങ്ങളാണ് വരുന്നത്. ഒന്ന് സുന്ന, രണ്ട് ജമാഅ. സുന്നത്ത് എന്ന് പറയുന്നത് അത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പല ആശയങ്ങളും കടന്നു വരുന്നുണ്ട്. അതിന് ഭാഷാപരമായ അർത്ഥമുണ്ട്, സാങ്കേതികമായ ഒരു അർത്ഥമുണ്ട്. അപ്പൊ സുന്നത്ത് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഭാഷാപരമായി നൽകപ്പെടുന്ന അർത്ഥം, ഞാൻ അതിന്റെ തെളിവുകളും കാര്യം നമ്മൾ പറയുന്നില്ല, വിശദീകരിക്കുന്നില്ല, കാരണം അതിനുള്ള സമയം ഉണ്ടാവില്ല. അപ്പൊ അള്ളാഹുവിന്റെ സുന്നത്ത് എന്നുള്ള പ്രയോഗമുണ്ട്. അള്ളാഹുവിന്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അവന്റെ വിധികളെ, കൽപ്പനകളെ, അതുപോലെ തന്നെ ചെയ്യരുത് എന്ന വിലക്കുകളെ, അതിനെയൊക്കെ ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുക എന്നതാണ്. അതിന് സുന്നത്ത് എന്ന് ഭാഷാപരമായി പറയും. അതുപോലെ തന്നെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ വഴി, ചര്യ, മാർഗം എന്നർത്ഥമുണ്ട്. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും സുന്നത്ത് എന്ന് പറയാം. ഹദീസിൽ തന്നെ മൻ സന്ന സുന്നത്തൻ ഹസനത്തൻ, അതേ ഹദീസിൽ മൻ സന്ന സുന്നത്തൻ സയ്യിഅത്തൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ഒരു നല്ല സുന്നത്ത്, ചീത്ത സുന്നത്ത് ചെയ്താൽ, ചീത്ത കാര്യത്തിനും സുന്നത്ത് എന്ന് നബി പറഞ്ഞു, നല്ല കാര്യത്തിനും സുന്നത്ത് എന്ന്, അത് ഭാഷാപരമായ അർത്ഥമാണ്. ചര്യ, വഴി, മാർഗം എന്നാണ് അർത്ഥം. ഇനി മൂന്നാമതായി ഭാഷാപരമായി ഈ വാക്ക് ഉപയോഗിക്കുന്നത് സ്ഥിരപ്പെട്ടിട്ടുള്ള ആചാരങ്ങൾ, നടപടിക്രമങ്ങൾ. അത് മതപരമാകാം, അല്ലാത്തതാകാം. സ്ഥിരപ്പെട്ട നടപടിക്രമം, അതിന് സുന്നത്ത് എന്ന് പറയും. ഇതൊക്കെ ഭാഷാപരമായ അർത്ഥമാണ്. ഈ അർത്ഥത്തിൽ തന്നെ പല പ്രയോഗങ്ങളും പണ്ഡിതന്മാരുടെ വാചകങ്ങളിലുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഇനി സാങ്കേതികമായി സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത് ഏത് ആളുകൾ ആ പദത്തെ ഉപയോഗിക്കുന്നുവോ അതിനനുസരിച്ച് അതിന്റെ ആശയത്തിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളിൽ സുന്നത്ത് എന്ന വാക്ക് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഭാഷാപരമായ അർത്ഥം, ആവർത്തിക്കുന്നില്ല. രണ്ടാമതായി സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഫിഖ്ഹ്, ഫുഖഹാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ സുന്നത്ത് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് നമ്മളൊക്കെ മദ്രസ പഠിച്ചതാണ്. നിർബന്ധമല്ലാത്ത ഒരു കാര്യം, ചെയ്താൽ കൂലിയുണ്ട്, ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്ത. ഇപ്പൊ ഫർള് നമസ്കാരത്തിന്റെ അപ്പുറപ്പുറമൊക്കെ നിസ്കരിക്കുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ, ളുഹാ നമസ്കാരം, തഹിയ്യത്ത് നമസ്കാരം, ഇങ്ങനെയുള്ള സുന്നത്ത് നോമ്പുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഫിഖ്ഹിന്റെ ആളുകളുടെ നിർവചനം അനുസരിച്ച് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഫർളല്ലാത്ത, എന്നാൽ ചെയ്താൽ കൂലിയുള്ളതും ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷ കിട്ടാത്തതുമായ കാര്യം. ഇതും ഇസ്ലാമിക സാങ്കേതിക പ്രയോഗമനുസരിച്ച് ഒരു അർത്ഥമാണ്. മറ്റൊന്ന് ഹദീസ് പണ്ഡിതന്മാരായ ആളുകൾ സുന്നത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, അംഗീകാരങ്ങൾ, ഇതിൽ നിന്ന് സ്ഥിരപ്പെട്ട കാര്യങ്ങളെന്തോ അതിന് മൊത്തത്തിൽ പറയുന്ന പേരാണ് സുന്നത്ത്. അപ്പൊ രണ്ടെണ്ണം. ഇനി ഉസൂലുൽ ഫിഖ്ഹിന്റെ ആളുകളുടെ അടുക്കലേക്ക് പോയാൽ അതിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഇതാണ് അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത്. ഇത് മൂന്നും കൂടി ചേർന്നതിന് സുന്നത്ത് എന്ന് ഉസൂലുൽ ഫിഖ്ഹിന്റെ ആളുകൾ പറയും. ഇനി സുന്നത്തും ബിദ്അത്തും വിശദീകരിക്കുന്ന പുസ്തകങ്ങളിൽ സുന്നത്ത് എന്ന് ഉപയോഗിച്ചാൽ അതിന്റെ അർത്ഥം അത് ബിദ്അത്തിന് വിരുദ്ധമായ കാര്യമെന്നാണ്. ബിദ്അത്ത് അല്ലാത്ത നബി പഠിപ്പിച്ച കാര്യം, അവിടെ സുന്നത്ത് എന്നതിന് ആ അർത്ഥമാണ്. ഇനി ഇസ്ലാമിക വിശ്വാസങ്ങൾ അത് വിശദീകരിക്കുന്ന പുസ്തകങ്ങളിൽ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അഖീദ, ശരിയായ തൗഹീദ് എന്നാണ് അർത്ഥം. അപ്പൊ ഇതൊക്കെ ഇസ്ലാമിന്റെ തന്നെ വ്യത്യസ്ത വിജ്ഞാന ശാഖകളിൽ ഉപയോഗിക്കുന്ന പേരുകളാണ്. കാരണം ഒരുപാട് പണ്ഡിതന്മാർ അസ്സുന്ന എന്ന പേരിൽ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ 4 മദ്ഹബിന്റെ ഇമാമുകളിൽ ഒരാളായ ഹംബലി മദ്ഹബിന്റെ ഇമാമായി അറിയപ്പെടുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന് അസ്സുന്ന എന്നൊരു പുസ്തകമുണ്ട്. അതുപോലെ തന്നെ ഇമാം ബർബഹാരി, അദ്ദേഹത്തിനും അസ്സുന്ന എന്നൊരു പുസ്തകമുണ്ട്. ഇമാം ബഹവി, അദ്ദേഹം ഒരു ഖുർആൻ വ്യാഖ്യാതാവ്, തഫ്സീർ എഴുതിയ ആളാണ്, മറ്റു തലക്കുള്ള പണ്ഡിതനാണ്, അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ ഹല്ലാൽ എന്ന് പറയുന്ന പണ്ഡിതൻ. ഇങ്ങനെയുള്ള പല ആളുകൾക്കും അസ്സുന്ന എന്ന പേരിൽ പുസ്തകമുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസോ നബിയുടെ ജീവിത ചരിത്രമോ അല്ലെങ്കിൽ സുന്നത്തായ കാര്യങ്ങളോ വിശദീകരിക്കുന്ന പുസ്തകങ്ങളെ അല്ല. ഈ സുന്ന എന്ന പേരുള്ള പുസ്തകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് എന്താണ് എന്ന് വിശദീകരിക്കുന്ന പുസ്തകമാണ്. കാരണം എന്താ? ഇവർ അഖീദന്റെ പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാർ സുന്നത്ത് എന്ന വാക്ക് ഉപയോഗിച്ചത് യഥാർത്ഥ തൗഹീദ് എന്ന അർത്ഥത്തിലാണ്. ഇനി ഇതിനേക്കാൾ വിശാലമായ അർത്ഥത്തിൽ ചില പണ്ഡിതന്മാർ ഇസ്ലാം എന്ന അർത്ഥത്തിൽ തന്നെ സുന്നത്ത് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജാസിയയിലെ 18ാമത്തെ വചനത്തിൽ സുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ മിനൽ അംരി ഫത്തബിഅഹാ വലാ തത്തബിഅ അഹ്വാഅല്ലദീന ലാ യഅലമൂൻ. നബിയെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, പിന്നെ നിന്നെ നാം കൽപ്പനകളിൽ നിന്നുള്ള അല്ലെങ്കിൽ കാര്യത്തിൽ നിന്നുള്ള ഒരു ശരീഅത്ത് നമുക്കറിയാലോ, മതനിയമം, ശരീഅത്തിൽ നിന്ന് നാം ആക്കിയിരിക്കുന്നു, അതിനെ നീ പിൻപറ്റണം. ഇച്ഛയുടെ ആളുകളെ നീ പിൻപറ്റരുത്. ആ ഇച്ഛയുടെ ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കാത്തവരാണ്. ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള ശരീഅത്ത് എന്ന അർത്ഥത്തിന് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള അർത്ഥം അലസുന്ന, നിന്നെ നാം സുന്നത്തിന്റെ മേലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ സുന്നത്ത് എന്ന നേരത്തെ പറഞ്ഞ അർത്ഥങ്ങളൊന്നുമല്ല. മറിച്ചെന്താ? ഇസ്ലാം ദീൻ ശരീഅത്തിലാക്കിയിരിക്കുന്നു എന്നാണ്. ശരിയായ അല്ലാഹുവിന്റെ നിയമസംഹിത. ഇത് അഖീദയുടെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ള മഹാനായ പണ്ഡിതനായ അൽ-ലാലക്കായി എന്നറിയപ്പെടുന്ന പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഉസൂലുൽ ഇഅ്തിഖാദ്, വിശ്വാസത്തിന്റെ അടിസ്ഥാന വശങ്ങൾ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 1-ാം വാള്യം 69-ാമത്തെ പേജിൽ ഇക്കാര്യം വിശദീകരിച്ചത് കാണാം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹവും
അസുന്നത്ത് എന്നത് ഹിയ ശരിയ, സുന്നത്ത് എന്ന് പറഞ്ഞാൽ ശരീഅത്താണ്, ഇസ്ലാം ദീനാണ്. അള്ളാഹുവും അവന്റെ റസൂലും എന്ത് നിയമമാക്കിയോ ആ ഇസ്ലാമിക നിയമത്തിന് മൊത്തത്തിൽ പറയുന്ന പേരാണ് അസുന്ന എന്ന് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് പല അർത്ഥങ്ങൾ സ്വീകരിച്ചു. ഈ അർത്ഥത്തിൽ ഏത് നിലക്കെടുത്ത് പരിശോധിച്ചാലും അതൊക്കെ പൊതുവായ അർത്ഥങ്ങളാണ്. ഈ പൊതുവായ അർത്ഥങ്ങളിൽ അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ സുന്നത്ത് സ്വീകരിക്കുന്ന ആളുകൾ, ആദ്യം പറഞ്ഞ ഫിഖ്ഹിന്റെ ഭാഷയിൽ ഉസൂൽ ഫിഖ് ഭാഷയുടെ പ്രയോഗമനുസരിച്ച് ഖുർആനും സുന്നത്തും ഇജ്മാഉമാകുന്ന അടിസ്ഥാന പ്രമാണങ്ങൾ ആയ ഖുർആനും സുന്നത്തും, ഇജ്മാ ഖിയാസ് എന്നതിന്റെ ഉപതെളിവാണ്. ഇത് അംഗീകരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ മൂന്നാമത്തെ അർത്ഥപ്രകാരം, നാലാമത്തേത് ശരിയായ അഖീദ, സുന്നത്ത് എന്ന അഖീദ തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ, അഞ്ചാമത്തതനുസരിച്ച് ഖുർആനും സുന്നത്തുമാകുന്ന പ്രമാണമനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ, അതാണ് അഹ്ലുസുന്ന. അപ്പൊ ഇതിൽ നിന്ന് ഇതിന് നേരെ വിപരീതമില്ല. ഖുർആനിനും നബിയുടെ സുന്നത്തിനും ഇത് രണ്ടും പഠിപ്പിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസത്തിനും നബിയുടെയും സഹാബത്തിന്റെയും സുന്നത്ത് നടപടിക്രമങ്ങൾക്കും വിരുദ്ധമായി ആര് പ്രവർത്തിക്കുന്നുവോ അവൻ അഹ്ലുസുന്നയല്ല. ബോർഡോ പേരോ നോക്കിയല്ല, വ്യക്തികളെയോ നോക്കിയല്ല, എന്താണ് സുന്നത്ത് എന്ന് പരിശോധിക്കുക. ആ സുന്നത്ത് ആരിലുണ്ടോ അവനാണ് സുന്നി, അവനാണ് അഹ്ലുസുന്ന. അതിന് ബോർഡ് വെക്കേണ്ട ആവശ്യമില്ല, പേരിടേണ്ട കാര്യമില്ല, വ്യക്തികളെയും ആളുകളെയും കൂട്ടിപ്പിടിക്കേണ്ട കാര്യമില്ല. അത് കൂടുമ്പോൾ അവർ ആ സുന്നത്തിന്റെ ആളുകളായി മാറി. ഇനി രണ്ടാമത്തെ വശം എന്താ? അൽ ജമാഅ. അൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ വിവിധ അർത്ഥങ്ങളിൽ ഈ വാക്ക് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതിന്റെ ഭാഷാപരമായ അർത്ഥം നോക്കിയാൽ ഏകോപിക്കുക, ഐക്യമുണ്ടാവുക എന്നർത്ഥമുണ്ട്. അതുപോലെ തന്നെ ഒരുമിച്ച് കൂടുക എന്നർത്ഥമുണ്ട്. കുറെ ആളുകളുള്ള ഒരു സംഘം എന്ന അർത്ഥമുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത അർത്ഥങ്ങളിൽ ജമാഅത്ത് എന്ന വാക്ക് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ വിഷയം ഭാഷാപരമായി ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ആൾക്കൂട്ടമാണോ, സംഘടനയാണോ, അല്ലെങ്കിൽ വ്യക്തി കേന്ദ്രീകൃതമാണോ, അല്ലെങ്കിൽ സംഘടനാ കേന്ദ്രീകൃതമാണോ, വേറെ വല്ലതുമാണോ? ഇതിനപ്പുറത്ത് വല്ല അർത്ഥവുമുണ്ടോ? ഒന്നാമതായി ഇതിന്റെ സാങ്കേതികമായ ശരിയായ അർത്ഥങ്ങളിൽ ഒരു അർത്ഥം അസ്വഹാബ എന്നതാണ്. അപ്പൊ അൽ ജമാഅ എന്ന് പറഞ്ഞാൽ നബിന്റെ സഹാബത്ത്. അപ്പൊ എന്താ? നേരത്തെ പറഞ്ഞ സുന്നത്ത് സ്വീകരിച്ചവരും ആ സുന്നത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഥമ സംബോധിതരും നബിയുടെ പ്രഥമ ശിഷ്യന്മാരും പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠന്മാരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താണ് എന്ന മുസ്ലിങ്ങൾ പൊതുവെ അംഗീകരിച്ചിട്ടുള്ള കാര്യം. ആ സഹാബത്തിന്റെ പാത സ്വീകരിക്കുക, ആ സഹാബത്തിനെ പിൻപറ്റുക. സഹാബത്താണ് അൽ ജമാഅ. അപ്പൊ സഹാബത്തിനെ ആര് പിൻപറ്റുന്നുവോ അവർ അഹ്ലുസുന്നത്തി വൽ ജമാഅയായി. അപ്പൊ ഖുർആനും സുന്നത്തും അംഗീകരിക്കുകയും ആ ഖുർആനും സുന്നത്തും നബിയിൽ നിന്ന് കേട്ട് പഠിച്ച് മനസ്സിലാക്കി എന്ന സന്ദർഭവും സാഹചര്യവും ഒക്കെ തിരിച്ചറിഞ്ഞ് ഉൾക്കൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ള സഹാബത്തിന്റെ പാത സ്വീകരിക്കുന്നവർ അഹ്ലുസുന്നത്തി വൽ ജമാഅയായി. രണ്ടാമത്തേത് അൽ ജമാഅ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തേന് ഞാൻ മറ്റു വിശദീകരണം നൽകേണ്ടതില്ല, അത് ഖുർആനിലും ഹദീസിലൊക്കെ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ അർത്ഥം പണ്ഡിതന്മാർ. ഏത് പണ്ഡിതന്മാർ? ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന ആശയങ്ങളുണ്ടോ ആ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും ജനങ്ങൾക്ക് മാതൃകയാക്കാൻ പറ്റുകയും ചെയ്യുന്ന മതവിവരമുള്ള പണ്ഡിതന്മാർ, അവരാണ് അൽ ജമാഅ. അപ്പൊ ആ ജമാഅത്തിനെ അംഗീകരിക്കണം. അപ്പൊ അഹ്ലുൽ ഇൽമ് മൗലവിമാര് പെടും, മുസ്ലിയാക്കന്മാർ പെടും, ആരും പെടും. പക്ഷേ അവരെന്തായിരിക്കണം? എന്തെങ്കിലും പറഞ്ഞാൽ പോരാ, ഖുർആനും ഹദീസും അനുസരിച്ചായിരിക്കണം പറയേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ വയത് പറയേണ്ടത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് എഴുതേണ്ടത്. തോന്നിയതനുസരിച്ചല്ല, അവരുണ്ടാക്കുന്നതല്ല. ഖുർആനും സുന്നത്തും അനുസരിച്ച് ആളുകൾക്ക് വിവരങ്ങൾ അവർ സ്വയം ഉൾക്കൊള്ളുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന വിവരമുള്ള ആളുകൾ. താബിഈ പണ്ഡിതന്മാരിൽ പ്രമുഖനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു എന്താണ് അൽ ജമാഅ? അപ്പൊ അദ്ദേഹം പറഞ്ഞു അബൂബക്കറും ഉമറുമാകുന്നു. അപ്പൊ ആളുകൾ ചോദിച്ചു, അല്ല അബൂബക്കർ ഉമർ മരിച്ചുവല്ലോ, മരിച്ചുപോയ അബൂബക്കർ ഉമർ അങ്ങനെ അൽ ജമാഅത്താകുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ശരി എങ്കിൽ അബൂ ഹംസ അദ്ദേഹമാണ് അൽ ജമാഅ. ആരാണ് ഈ അബൂ ഹംസ? അബൂ ഹംസ എന്നാൽ മുഹമ്മദ് ബിൻ മൈമൂൻ അൽ മർവസി എന്നറിയപ്പെട്ട പ്രമുഖ താബിഈ പണ്ഡിതന്മാരിൽ ഒരാൾ. അപ്പൊ മരിച്ചുപോയ ആൾക്കാര് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരാണോ? അതാരാ? ഈ താബിഈ പണ്ഡിതനാണ്, മർവസിയാണ്. അദ്ദേഹത്തെ എന്തുകൊണ്ട് പറഞ്ഞു? അദ്ദേഹം ജീവിച്ചിരിക്കുന്നു, അദ്ദേഹം സഹാബികളെ കണ്ടാണ് ഖുർആനും സുന്നത്തും സഹാബികളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് അൽ ജമാഅ. അപ്പൊ ഇവിടെ ആരിലേക്ക് ചേർത്തു? മർവസി എന്ന് പറയുന്ന ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ വിവരങ്ങൾ മനസ്സിലാക്കിയ പണ്ഡിതനായ ആള് അൽ ജമാഅത്താണ് എന്ന് ഇബ്നുൽ മുബാറക് ചൂണ്ടിക്കാണിച്ചു. അപ്പൊ വിവരമുള്ള ശരിയായ ദുർവ്യാഖ്യാനിക്കാത്ത പണ്ഡിതന്മാർക്ക് അൽ ജമാഅത്ത് എന്ന് പറയാം. കാരണം അവർ മാതൃകയാക്കിയ സഹാബത്തിനെയാണ്,
അപ്പൊ ആ പണ്ഡിതന്മാരുടെ സഹാബികളെ മാതൃകയാക്കിയ പണ്ഡിതന്മാരെ സ്വീകരിച്ച ആളുകൾ അവരാണ് അൽ ജമാഅത്തിന്റെ ആളുകൾ. ഇനി ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ ബുഖാരി 9-ാം വാള്യം 107-ാമത്തെ പേജിൽ സൂറത്തുൽ ബഖറയിലെ 143-ാമത്തെ വചനം നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസഫ, നിങ്ങളെ നാം മധ്യമ സമൂഹമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജൂത ക്രിസ്ത്യാനികളെ പോലെയല്ല. അതിൽ ഒരു കൂട്ടർ ഇസ്ലാമിക നിയമങ്ങളിൽ അവർക്ക് പഠിപ്പിക്കപ്പെട്ട നിയമങ്ങളിൽ വീഴ്ച വരുത്തിയവരാണ്, മറ്റൊരു കൂട്ടർ പരിധി വിട്ട് പ്രവർത്തിച്ചവരാണ്. ഇത് രണ്ടും ഒന്ന് താഴെയാണ്, ഒന്ന് പരിധി വിട്ടവരാണ്. ഇത് രണ്ടുമല്ല മധ്യമ സമുദായം. കുറവ് വരുത്താനും പാടില്ല, പരിധി വിട്ടുപോകാനും പാടില്ല. അങ്ങനെ അള്ളാഹു നിങ്ങളെ ആക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനെ ആക്കിയിരിക്കുന്നു മധ്യമ സമൂഹം. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മധ്യമ സമൂഹം എന്നിട്ട് ഇമാം ബുഖാരിന്റെ തലക്കെട്ടാണ്, ഒരു അധ്യായത്തിന്റെ തലക്കെട്ട്. ഈ ആയത്തിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യങ്ങൾ മുറുകെ പിടിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവരാരാണ്? വഹും അഹ്ലുൽ ഇൽമി, അവർ പണ്ഡിതന്മാരാണ്. അപ്പൊ എന്താ? ഖുർആൻ പഠിപ്പിച്ച മധ്യമ സമൂഹത്തിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളും മുറുകെ പിടിക്കുന്ന പണ്ഡിതന്മാർ. അപ്പൊ അവർക്കാണ് അൽ ജമാഅ എന്ന് പറയുന്നത്. ഇനി ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞു, ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക, ഈ വിശേഷണം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുക അഹ്ലുൽ ഇൽമി ശർഈ, മതപരമായി പാണ്ഡിത്യമുള്ള ആളുകളാണ് ഇവിടെ മധ്യമ സമൂഹം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുറുകെ പിടിക്കാൻ പറഞ്ഞ അൽ ജമാഅ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് എല്ലാവിധ ആളുകളും അംഗീകരിക്കുന്ന ഇബ്നു ജരീർ ത്വബരി അദ്ദേഹം വിശദീകരിച്ചു, ഇതിന്റെ അർത്ഥം അഹ്ലുൽ ഇൽമ് എന്നതാണ്. ഇങ്ങനെ പല പണ്ഡിതന്മാരും ഈ വിശദീകരണം നൽകിയതാണ്. മൂന്നാമത്തേത്, അപ്പൊ ഒന്ന് സഹാബത്ത്, രണ്ട് ശരിയായ ഇൽമുള്ള പണ്ഡിതന്മാർ, മൂന്ന് ഏകോപിക്കുക, ഐക്യമുണ്ടാവുക, അതായത് ഭിന്നിക്കാതിരിക്കുക. അതിനും ജമാഅത്ത് എന്നർത്ഥം പറയാം, സംഘം ചേരുക, ഭിന്നിക്കാതെ ഒരുമിച്ച് പോവുക. ഒരുമിക്കുന്നതിന്റെ മാനദണ്ഡം ഖുർആനും സുന്നത്തും സലഫുകളുടെ മാർഗവും അനുസരിച്ച് ഒരുമിച്ച് കൂടുന്ന സംഘം. അവർ വേറിട്ടു പോകുന്നവരല്ല, ആ വിഷയത്തിൽ അവർക്ക് ഐക്യമുണ്ട്, ഒരുമയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഒരു ഹദീസിൽ നമുക്ക് കാണാം. ആ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ എന്റെ അവസാനത്തിൽ പറയുന്നു, വൽ ജമാഅത്തു റഹ്മത്തുൻ വൽ ഫുർഖത്തു അദാബുൻ. ജമാഅത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്, ഭിന്നത എന്ന് പറയുന്നത് ശിക്ഷയാണ്. അപ്പൊ ജമാഅ അതിന്റെ വിപരീതമായി ഫുർഖ എന്ന് പറഞ്ഞാൽ ഭിന്നതയുടെ ഓപ്പോസിറ്റ് ആണെന്ത്? ജമാഅ, ഭിന്നിക്കാതിരിക്കൽ, ഒരുമിച്ച് കൂടൽ. അപ്പോ ഇസ്ലാമിക പ്രമാണമനുസരിച്ച് അതിൽ ഏകോപിച്ച് ഒരുമിച്ച് കൂടുക, ഒരുമിച്ച് കൂടിയവരല്ല, ഒരുമിച്ച് കൂടൽ, ഏകോപിക്കൽ, ഭിന്നിക്കാതിരിക്കൽ എന്ന അർത്ഥത്തിലും ഈ വാക്ക് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ ഹദീസ് സഹീഹാണെന്ന് ശൈഖ് നാസിറുദ്ദീൻ അൽബാനി അതുപോലെ തന്നെ വേറെയും പല പണ്ഡിതന്മാരും പറഞ്ഞതായി കാണാം. ഇനി ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്, അലൈക്കും ബിൽ ജമാഅ, നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു ഹദീസാണ്. അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ ജമാഅത്തിന്റെ കൂടെ നിൽക്കണം. ജമാഅത്തിന്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താർത്ഥം? സംഘത്തിന്റെ കൂടെ നിൽക്കണമെന്നല്ല, സംഘടനയുടെ കൂടെ നിൽക്കണമെന്നല്ല, കൂട്ടായ്മയുടെ കൂടെ നിൽക്കണമെന്നുമല്ല. ഇവിടെ ജമാഅത്തിന്റെ അർത്ഥം നേരത്തെ പറഞ്ഞ ഫുർഖ എന്നതിനെതിരാണ്. ഭിന്നിക്കരുത്, മറിച്ച് നിങ്ങൾ ഏകോപനം ഉണ്ടാകണം, ഐക്യമുണ്ടാകണം, ഒരുമയുണ്ടാകണം. അപ്പൊ അലൈക്കും ബിൽ ജമാഅ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുമയോടെ നിൽക്കണം, എന്തുണ്ടാകരുത്? വയ്യാക്കും വൽ ഫുർഖ, ഭിന്നതയെ നിങ്ങൾ സൂക്ഷിക്കണം. അപ്പൊ നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. ഭിന്നിച്ചു പോകുന്ന വഴി എന്താ? ഖുർആനും സുന്നത്തും കൈവിട്ടാൽ, നേരത്തെ സൂറത്തുൽ അൻആമിലെ ആയത്തിൽ സൂചിപ്പിച്ചതുപോലെ ഖുർആനും സുന്നത്തുമാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എന്റെ ചൊവ്വായ വഴി എന്നതിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ ഭിന്നതയുണ്ടാകും. ഏകോപിക്കാന വഴി എന്താ? ഖുർആനിന്റെയും സുന്നത്തിന്റെയും പാതയിലേക്ക് വരിക. അങ്ങനെ നിങ്ങൾ ഖുർആനും സുന്നത്തും അനുസരിച്ച് ഐക്യമുള്ളവരായി മാറണം, ഒരുമയുണ്ടാകണം, ഭിന്നയിലേക്ക് പോകരുത്. എന്നിട്ട് പറഞ്ഞു, ഭിന്നത എന്ന് പറയുന്നത് ശൈത്താൻ ഒരുത്തനോടൊപ്പം ഉണ്ടാകും. രണ്ടാളുകളിൽ നിന്ന് ശൈത്താൻ അകലെ പോകും. സ്വർഗത്തിന്റെ മധ്യഭാഗം ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫൽ യൽസം അൽ ജമാഅ, അവൻ ജമാഅത്തിനെ മുറുകെ പിടിക്കട്ടെ. എന്താ നമ്മൾ അർത്ഥം പറയാ? നിങ്ങൾ സംഘത്തെ മുറുകെ പിടിക്കണം, സംഘടനയെ മുറുകെ പിടിക്കണം. ഇവിടെ അൽ ജമാഅ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തിനാ തെളിവ് കൊടുത്തത്? അൽ ജമാഅ എന്ന് പറഞ്ഞാൽ ഒരുമ, ഐക്യം. അപ്പൊ നിങ്ങൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ഒരുമയും ഐക്യത്തെയും നിങ്ങൾ മുറുകെ പിടിക്കണം, നിങ്ങൾ ഭിന്നിട്ട് പോകാൻ പാടില്ല എന്നാണ്. ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് ശൈഖ് നാസിറുദ്ദീൻ അൽബാനി വിശദീകരിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ തെളിവ്, ഇത് കൂട്ടം എന്നതിന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞു പല ജാതി ആശയക്കാരുമുണ്ടായി, ഖവാരിജികൾ രംഗത്ത് വന്നു, അങ്ങനെ പല പ്രശ്നക്കാരുമുണ്ടായി. അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വീട്ടിൽ തടവുകാരനായി വധിക്കപ്പെട്ടു. ഈ സന്ദർഭത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു
കൊല്ലപ്പെട്ടപ്പോൾ അബൂ മസ്ഊദ് അൽ അൻസാരി അതുപോലെ തന്നെ ഇബ്നു മസ്ഊദ് രണ്ടാളുകളോടും ആളുകൾ ചോദിച്ചു എന്താണ് ഫിത്ന എന്ന് പറഞ്ഞാൽ. അപ്പൊ അദ്ദേഹം രണ്ടാൾ നൽകിയ മറുപടി എന്താ? അലൈക ബിൽ ജമാഅ, നീ ജമാഅത്തിനെ പിടിക്കണം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും പോകട്ടെ, ഇപ്പൊ 1446-7 ഹിജ്റ വർഷം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയത് മുതലാണ്. അതിലേക്ക് ഒരു 13 കൂടി കൂട്ടിയാൽ, കാരണം 13 കൊല്ലം കഴിഞ്ഞിട്ടാണ് നബി ഹിജ്റ പോകുന്നത്. അപ്പോ 250-60 അല്ല 1460ഓളം കാലം പിന്നിട്ടു ഇസ്ലാം വന്നിട്ട്. ഇതിലൊരു 100 വർഷം ബേക്കോട്ട് കൂടുക. ഈ 100 വർഷത്തിന് മുമ്പ് ലോകത്ത് മതമെന്നല്ല തൊഴിലാളി പ്രസ്ഥാനങ്ങളോ മറ്റ് സംഘടനകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. 1-2 നൂറ്റാണ്ടിന് ശേഷമാണ് അല്ലെങ്കിൽ മുമ്പാണ് ലോകത്ത് സംഘടന എന്ന് പറയുന്ന കാര്യം തന്നെ ഉണ്ടായി. അപ്പോ ഇവിടെ ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ ഈ സഹാബികളുടെ വാക്കിലോ നബിയുടെ ഹദീസിലോ സംഘടനയോടൊപ്പം നിൽക്കണം എന്നല്ല പറയൂലല്ലോ, കാരണം അന്നതില്ല. ഇനി ഈ പണ്ഡിതന്മാർ തെളിവാക്കുന്നതിന് അലൈക ബിൽ ജമാഅ, നീ ഐക്യത്തോടൊപ്പം നിൽക്കണം, ഐക്യം കാത്തു സൂക്ഷിക്കണം. ആ ഐക്യം ഏതാ? ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ഐക്യം. ഇനി വഇന്നൽ ഫുർഖത ഹിയൽ ലലാല, അതിന്റെ ആ ഉപദേശത്തിന്റെ അവസാനം അദ്ദേഹം പറയുകയാണ് ഭിന്നത എന്ന് പറയുന്നത് വഴികേടാണ്. അപ്പൊ എന്താ ഇവിടെ ഭിന്നത എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ ജമാഅ എന്നാൽ ഭിന്നതയില്ലാതെ ഏകോപിക്കുക എന്നാണ് അർത്ഥം. ഇനി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോടും ഇതേ വിഷയത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടപ്പോൾ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇന്നൽ ലദീ തക്റഹൂന ബിൽ ജമാഅ ഖൈറുൻ മിനൽ ലദീന തുഹിബ്ബൂന ബിൽ ഫുർഖ, ഭിന്നതയിൽ നിനക്ക് ഇഷ്ടപ്പെട്ട വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിലും അതിനേക്കാൾ നിനക്ക് നല്ലത് ഭിന്നതയില്ലാത്ത ജമാഅത്ത് എന്ന് പറയുന്ന ഐക്യത്തിലാകുന്നു. അപ്പോൾ എന്താ സംഘമെന്നോ സംഘടനയെന്നോ കൂട്ടായ്മയെന്നോ അല്ല, ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഏകോപിക്കുക. ആ ഏകോപനമാണ് ഖുർആനിന്റെയും സുന്നത്തിന്റെയും പാത വിട്ട് ഭിന്നിക്കുന്നതിനേക്കാൾ നല്ലത്. ഇത് പ്രസിദ്ധ പണ്ഡിതനായ ശാത്തിബി അദ്ദേഹത്തിന്റെ അൽ ഇഅ്തിസാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതാണ്. ഇദ്ദേഹം ഒരു സംഘടനയും ആളല്ല, അതുപോലെ തന്നെ ഒരു പ്രസ്ഥാനത്തിന്റെയും ആളല്ല, മറിച്ച് ഈ അഹ്ലു സുന്നത്ത് എന്ന് പറയുന്ന ആളുകളും അതിനെതിരിൽ പ്രവർത്തിക്കുന്നവരും ഒക്കെ അംഗീകരിക്കുന്ന പണ്ഡിതനാണ് ശാത്തിബി. ഇനി നാലാമത്തെ അർത്ഥം സംഘം എന്ന അർത്ഥത്തിൽ അൽ ജമാഅ ഉപയോഗിക്കും. സംഘം ഒരു കൂട്ടായ്മ, നേരത്തെ പറഞ്ഞത് ഒരുമ ഐക്യം എന്ന അർത്ഥത്തിലാണ്. അപ്പൊ ഒരു ഇമാമിന്റെ കീഴിൽ മുസ്ലിംകളുടെ ഭരണാധികാരി കീഴിൽ സംഗമിക്കുന്ന ആളുകൾ, അതായത് ഒരു ഇസ്ലാമിക രാജ്യത്തെ ഭരണാധികാരിയുടെ കീഴിൽ ജീവിക്കുന്ന ആളുകൾ അൽ ജമാഅത്താണ്. അതൊരു കൂട്ടായ്മയാണ്, ഒരു സംഘമാണ്. ഇനി മതത്തിന്റെ കാര്യങ്ങൾ പ്രവർത്തിക്കുക, നടപ്പിലാക്കുക, അതിനുവേണ്ടി ഒരുമിച്ച് കൂടുന്ന ഒരു കൂട്ടായ്മ, അതിനും അൽ ജമാഅത്ത് എന്ന് പറയും. ഇങ്ങനെ പറയുമ്പോഴും അതിന്റെ ഉദ്ദേശം എന്തല്ല, സംഘടന എന്നതല്ല. കാരണം സംഘടന എട്ടകാലത്തുണ്ടായത്. പ്രസിദ്ധമായ ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹുദൈഫ എന്താണ് ഷർറ് എന്നതിനെ കുറിച്ച് ചോദിച്ചു. എന്നാൽ എല്ലാവരും ഖൈറിനെ കുറിച്ചാണ് ചോദിക്കാറുള്ളത്, ഞാൻ നബിയോട് ഷർറിനെ കുറിച്ച് ചോദിച്ചു, കാരണം ഷർറിൽ പെട്ടുപോകാതിരിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മറുപടി പറഞ്ഞപ്പോ ഹുദൈഫ റളിയല്ലാഹു അൻഹു നബിയോട് തിരിച്ചു ചോദിച്ചു, അങ്ങനെയുള്ള ഒരു കാലഘട്ടം വന്നാൽ ഞാൻ എന്ത് സ്വീകരിക്കണമെന്നാണ് നബിയെ താങ്കൾ കൽപ്പിക്കുന്നത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തൽസം ജമാഅത്തുൽ മുസ്ലിമീൻ വ ഇമാമഹും. ഫിത്നയുടെ കാലഘട്ടം വന്നാൽ നീ മുസ്ലിങ്ങളുടെ ജമാഅത്തിനെയും അവരുടെ ഇമാമിനെയും പിന്തുടരണം എന്ന് പറഞ്ഞാൽ ആരെയാ? സംഘടനയെ പിൻപറ്റണമെന്നല്ല, മറിച്ച് മുസ്ലിങ്ങളുടെ ജമാഅത്ത് വ ഇമാമഹും. അപ്പൊ ഭരണാധികാരിയെ അനുസരിക്കുന്ന ബൈഅത്ത് ചെയ്ത ആ നാട്ടിലെ ജനങ്ങൾ അവരുടെ കൂടെ നിൽക്കണം. ഈ ഭരണാധികാരിക്കെതിരിൽ ഫിത്നയുണ്ടാക്കുന്ന കലാപകാരികളെ പിന്തുടരാൻ പാടില്ല. അപ്പൊ ഇവിടെ ആരാ? മുസ്ലിം ഭരണാധികാരിയും അതിന്റെ കീഴിൽ ഭരണാധികാരിയെ അംഗീകരിക്കുന്ന കൂട്ടായ്മക്കുമാണ് അൽ ജമാഅ എന്ന് ഉപയോഗിച്ചത്. ഇമാം തൊബരി ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം, ആരെങ്കിലും ആ കൂട്ടായ്മയെ ജമാഅത്തിനെ വിട്ട് പുറത്തു പോവുക എന്ന് പറഞ്ഞാൽ സംഘടന വിട്ടുപോകുന്നവൻ എന്ന അർത്ഥത്തിലല്ല, അല്ലെങ്കിൽ ഒരു കൂട്ടത്തെ വിട്ടുപോകുന്നവൻ എന്ന അർത്ഥത്തിലല്ല, ഭരണാധികാരിയുടെ കീഴിൽ അനുസരിച്ച് ജീവിക്കുന്ന ആ സംഘത്തെ വിട്ടുപോകുക, അത് പാടില്ല എന്നാണ്. ഇനി ഇമാം ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹുൽ ബുഖാരിയിലെ ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റആ മിൻ അമീനിഹി ശൈഅൻ യക്റഹുഹു, ഒരാൾ തന്റെ ഭരണാധികാരിയിൽ നിന്ന് താൻ വെറുക്കുന്ന ഒരു കാര്യം കണ്ടാൽ ഫൽയസ്ബിർ അലൈഹി. ഒരു ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണാധികാരി, സൗദി അറേബ്യ, ഖത്തർ, കുവൈത്ത് ഏതാകട്ടെ, ഒരു ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണാധികാരിയിൽ നിന്ന് വെറുക്കുന്ന വല്ല കാര്യവും നീ കണ്ടാൽ നീ അയാൾക്കെതിരെ ആയുധമെടുത്ത് കലാപത്തിനോ ജാഥക്കോ സമ്മേളനത്തിനോ പ്രതിഷേധ പ്രകടനത്തിനോ പോകേണ്ടതില്ല. ഫൽയസ്ബിർ അലൈഹി, നീ ക്ഷമിക്കുക. എന്നിട്ട് നബി എന്താ പറഞ്ഞത്? ഫഇന്നഹു മൻ ഫാറഖൽ ജമാഅത ശിബ്റൻ, ഈ ജമാഅത്തിൽ നിന്ന് ഒരു ചാൺ ഒരുത്തൻ വിട്ടുപോവുകയും എന്നിട്ട് അവൻ മരിക്കുകയും ചെയ്താൽ ജാഹിലിയത്തിന്റെ മരണമാകുന്നു അവൻ മരിച്ചത്. ഇവിടെ പറഞ്ഞ ജമാഅത്ത് ഏതാ? സംഘടനയാണോ? കൂട്ടായ്മയാണോ? കൂട്ടുകെട്ടാണോ? സംഘങ്ങളാണോ? അല്ല. ആ രാജ്യത്തെ ഇസ്ലാമിക ഭരണാധികാരിയും ഭരണാധികാരിയെ അനുസരണ പ്രതിജ്ഞ ചെയ്തിട്ടുള്ള രാജ്യത്തെ പ്രജകളും അവരിൽ നിന്ന് വേറിട്ട് നീ ഇത്തരക്കാർ
കലാപകാരുടെ കൂടെ പോകാൻ പാടില്ല. അപ്പൊ ഇവിടെ അൽ ജമാഅ എന്ന് പറഞ്ഞാൽ ഭരണാധികാരിയുടെ കീഴിലുള്ള ആളുകൾ. ഹദീസ് തന്നെയാണ് അതിന് തെളിവ്. അഞ്ചാമത്തെ അർത്ഥം അഹ്ലുൽ ഹല്ലി വൽ അഖ്ദി, കൈകാര്യകർത്താക്കൾ, അല്ലെങ്കിൽ അതിന്റെ മറ്റു പ്രയോഗമാണ് ഉലുൽ അംർ, കാര്യങ്ങൾ തീരുമാനിക്കാനും പരിഹരിക്കാനും കഴിവുള്ള ആളുകൾ. അഖ്ദ് എന്നാൽ കരാറിലേർപ്പെടുക, ഉടമ്പടികൾ ഉണ്ടാക്കുക. ഹല്ല് എന്നാൽ പ്രശ്നങ്ങൾ പരിഹരിക്കുക. അപ്പൊ കെട്ടാനും അഴിക്കാനും അധികാരമുള്ള ആളുകൾ, അതിനാണ് ഹല്ലി വൽ അഖ്ദ് എന്ന് പറയുന്നത്. തീരുമാനിക്കാനും തീരുമാനങ്ങൾ പരിശോധിക്കാനും തീരുമാനമെടുക്കാനും ഒക്കെ കഴിവുള്ള ആളുകൾ. ഇത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവും. ആ ഓരോ കാലഘട്ടത്തിലുമുള്ള കൈകാര്യകർത്താക്കൾ, അതിലാരൊക്കെ പെടും? പണ്ഡിതന്മാരും പെടും, ഭരണാധികാരികളും പെടും. ഈ ആളുകൾക്ക് അൽ ജമാഅ എന്ന് ഇബ്നു ബത്താൽ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അൽ ജമാഅ എന്ന് പറഞ്ഞാൽ അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ് മിൻ കുല്ലി അസ്രി. അപ്പൊ എല്ലാ കാലഘട്ടത്തിലും ആ ഒരു ജമാഅത്ത് ഉണ്ടാവും, കൈകാര്യകർത്താക്കൾ. ആറാമത്തേത് മനുഷ്യരിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരുമിച്ച് കൂടിയ ആളുകൾ. അപ്പൊ മതപരമായി പരിശോധിച്ചാൽ സ്വലാത്തുൽ ജമാഅ, സാധാരണ നമുക്കറിയാം സ്വലാത്തുൽ ജമാഅ അവിടെ എന്താ? ആ അൽ ജമാഅത്താരാ? ഒരു സംഘമാണോ, ഒരു സംഘടനയാണോ? അല്ല, നിസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയ കൂട്ടം. അത് ചെറിയൊരു കൂട്ടാകാം, രണ്ടാളാകാം, അതും ഒരു ജമാഅത്താണ്. മൂന്നാള്, അല്ലെ പള്ളി നിറയെ ആളുണ്ട്, അതും ഒരു ജമാഅത്താണ്. ഒറ്റക്കുള്ള നമസ്കാരത്തെക്കാൾ ശ്രേഷ്ഠം ജമാഅത്തിന്റെ നമസ്കാരമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ജമാഅത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു ഇബാദത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയ ആളുകൾ. മറ്റൊരു ഹദീസ് പറഞ്ഞു രണ്ടോ രണ്ടിൽ കൂടുതലോ ഉള്ളവരൊക്കെ ജമാഅത്താണ്. അപ്പൊ രണ്ടാൾ കൂടിയാലും അവിടെ അൽ ജമാഅത്തായി. കുലൂ ജമീഅൻ വലാ തഫറഖു ഫഇന്നൽ ബറകത മഅൽ ജമാഅ. നിങ്ങൾ ഒരുമിച്ച് തിന്നുക, വേറെ വേറെയാകരുത്. ഒരുമയെ ജമാഅത്തിനോടൊപ്പമാകുന്നു ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നു. രണ്ടാളോ രണ്ടിൽ കൂടുതൽ ആളുകളെ ഒരു തളികയിൽ വിളമ്പി ചുറ്റുവട്ടം തിന്നുന്നു. അപ്പൊ അവിടെ ജമാഅത്താരാ? ഈ തിന്നുന്ന ആളുകൾ, അവരാണ് അൽ ജമാഅ. അപ്പൊ ഇപ്പറഞ്ഞ 6 അർത്ഥങ്ങൾ മതപരമായി തന്നെ അൽ ജമാഅത്ത് എന്നതിന് ഇവിടെ വിശദീകരിച്ചു. ഈ അർത്ഥപ്രകാരം ഏത് അർത്ഥമാണ് ഇവിടെ യോജിക്കുക? ഈ പറഞ്ഞതിൽ സഹാബത്തിന്റെ മാർഗം അത് സ്വീകരിക്കുന്നവർ, അതുപോലെ തന്നെ ഉലുൽ അംർ കൈകാര്യകർത്താക്കൾ, അതിൽ പണ്ഡിതന്മാരോടും, അതല്ലാതെ തന്നെ പണ്ഡിതന്മാരെന്ന് പറഞ്ഞവർ ഭരണാധികാരികളും ഇതിന്റെ കീഴിൽ ഒരുമിച്ച് കൂടുന്ന ആളുകളും. ഇതൊക്കെ എന്താണ്? ഒരുമിച്ച് ഖുർആനും സുന്നത്തും അനുസരിച്ച് അതിന്റെ പിന്നാലെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഭരണാധികാരിയും ആ ആളുകളും അൽ ജമാഅത്ത് എന്നതിൽ നിന്ന് പുറത്തു പോവുക, അവരിൽ നിന്ന് വ്യക്തമായ കുഫർ ഉണ്ടാകുമ്പോഴാണ് പിന്നെ ആ ഭരണാധികാരിയും കൂട്ടവും അൽ ജമാഅത്തല്ല. അപ്പൊ ഈ അർത്ഥങ്ങളിലെല്ലാം എല്ലാം കൂടി കൂട്ടിച്ചേർത്താലും വേറെ വേറെ പരിശോധിച്ചാലും ഖുർആനും സുന്നത്തും സ്വീകരിച്ച സഹാബികളുടെയും പണ്ഡിതന്മാരുടെയും മാർഗം സ്വീകരിച്ചവർ, അതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ. ഇതിനപ്പുറം ഈ 2 കാര്യങ്ങളെ സംബന്ധിച്ച വിശദീകരണത്തിൽ ഒരു വിശദീകരണം ആവശ്യമില്ല. ഇത് പരിശോധിച്ചാൽ, ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഹക്കിന്റെ ആളുകൾ, ഈമാനിന്റെ ആളുകൾ, ഇസ്ലാമിന്റെ ആളുകൾ, ഇതാണ് എന്ത്? അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ. അപ്പൊ ഇതൊരു പുതിയതല്ല. മുസ്ലിം അല്ലാത്ത, ഈമാനില്ലാത്ത, ഇസ്ലാമില്ലാത്ത പുതിയൊരു കൂട്ടായ്മയുടെ പേരല്ല അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ എന്ന് പറയുന്നത്. ഇനി ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്താൽ ഉണ്ടാകുന്ന അർത്ഥം എന്താണ് എന്നതും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ വടക്കേന്ത്യക്കാണ് അഹ്ലെ ഹദീസ്, അതിന്റെ അറബി എന്താ? അത് ഉറുദു പ്രയോഗമാണ്. അഹ്ലെ ഹദീസ് എന്നത് അഹ്ലുൽ ഹദീസ്. അഹ്ലുൽ ഹദീസ് എന്നാൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ. അതുപോലെ തന്നെ ത്വായിഫത്തുൽ മൻസൂറ, അല്ലാഹുവിന്റെ പക്കൽ നിന്ന് സഹായം ലഭിക്കുന്ന കക്ഷി, അതാരാ? അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ. അൽ ഫിർഖത്തുൻ നാജിയ, രക്ഷപ്പെടുന്ന കക്ഷി, ഇതൊക്കെ ഹദീസിൽ വന്നതാണ്. അൽ ഫിർഖത്തുൻ നാജിയ, ത്വായിഫത്തുൽ മൻസൂറ എന്നൊക്കെ ഉള്ളത് അതാരാ? അത് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ. അപ്പൊ ഈ അഹ്ലുൽ ഹദീസ് എന്ന് പറഞ്ഞാലും, ത്വായിഫ മൻസൂറ എന്ന് പറഞ്ഞാലും, ഫിർഖ നാജിയ എന്ന് പറഞ്ഞാലും, ഇനി സലഫി എന്ന് പറഞ്ഞാലും, അഹ്ലുൽ ഖിബ്ല എന്ന് പറഞ്ഞാലും, ഇതൊക്കെ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്താണ്. അപ്പോ യഥാർത്ഥത്തിൽ യഥാർത്ഥ ഇസ്ലാമിന്റെ ആളുകൾ, യഥാർത്ഥ ഈമാനിന്റെ ആളുകൾ, അവർക്ക് വ്യാജന്മാരിൽ നിന്ന് തിരിച്ചറിയാൻ വേണ്ടി പിൽക്കാലത്ത് ആളുകൾ സ്വീകരിച്ചിട്ടുള്ള പേരാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ. പിന്നെ ഒന്നുകൂടി വ്യക്തമാക്കാൻ സലഫി എന്ന പേര് വന്നു, അല്ലെങ്കിൽ അഹ്ലുൽ അസർ, അസരി എന്ന പ്രയോഗം വന്നത് അതിൽ നിന്നാണ്. അസറിന്റെ ആളുകൾ, അതായത് നബിന്റെ ഹദീസ് അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ, സുന്നത്തിനെ പിൻപറ്റുന്ന ആളുകൾ. അപ്പോ ഇതൊന്നും വ്യത്യസ്തമല്ല, മറിച്ച് അവയെല്ലാം ഒന്നാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അഹ്ലുസ് സുന്ന എന്നറിയപ്പെട്ടത്. ഇനി 1-2 തെളിവുകൾ കൂടി പറയാം. അഹ്ലുസ് സുന്ന എന്ന് പറഞ്ഞാൽ ആരാണ്? ഇത് ഞാൻ പറയണെന്താ വെച്ചാൽ, ഖുർആനും ഹദീസൊക്കെ പറഞ്ഞാലും തൃപ്തരാകാത്ത ചില ആളുകൾ ഉണ്ടാവും. ഇന്ന ആളുകൾ പറഞ്ഞാലേ ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. ഇമാം ദഹബി അദ്ദേഹത്തിന്റെ അൽ ഉലൂബു ലിൽ അലിയിൽ ഗഫാർ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഔന്നത്യത്തെ കുറിച്ച് വിശദീകരിക്കുന്ന അഖീദയുടെ ഒരു പുസ്തകമുണ്ട്. ദഹബിയെയും ഒരു പക്ഷേ പറ്റാത്ത ആളുകൾ ഉണ്ടാവും. പക്ഷേ ഈ ദഹബി ഉദ്ധരിച്ച ആളെ എല്ലാവർക്കും പറ്റും. അതാരാ? ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ യഥാർത്ഥ അഹ്ലുസ് സുന്നത്ത് എന്ന് പറയുന്ന ആളുകളുടെ എന്ന് അവകാശപ്പെടുന്നവരെ തൃപ്തിക്ക് വേണ്ടി ഇമാം ഷാഫിയുടെ ഒരു വാചകം ഇവിടെ വായിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതായിട്ടാണ് ഇവിടെ ദഹബി ഉദ്ധരിക്കുന്നത്. 2 ആളുകൾ പറഞ്ഞ സനദോടുകൂടി ഉദ്ധരിച്ചിട്ടുള്ള വാചകം. അൽ ഖൗലു ഫിസ് സുന്ന, സുന്നത്ത് എന്നതിലുള്ള വാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ എന്തിൽ നിലകൊള്ളുന്നുവോ, ഞാൻ കണ്ട സുഫിയാനു തൗരി, മാലിക് റളിയല്ലാഹു അൻഹു, അതല്ല
അതല്ലാത്ത ആളുകൾ ഇവരെയൊക്കെ ഏതിലാണോ ഞാൻ കണ്ടത്, ഞാൻ ഏതിലാണോ ഉള്ളത് ആ സുന്നത്ത്. അസുന്നത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്? അൽ ഇഖ്റാറു ബിശഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്നും മുഹമ്മദ് അല്ലാഹുവിന്റെ പ്രവാചകൻ ആകുന്നു എന്നും സാക്ഷ്യപ്പെടുത്തിയ ഈ കാര്യം, അതായത് രണ്ട് സാക്ഷ്യം അംഗീകരിക്കുന്നതിനാണ് സുന്നത്ത് എന്ന് പറയുക. ഇപ്പൊ നേരത്തെ പറഞ്ഞ അൽബാനി, ഉസൈമീൻ, ഇനി വേറെ പറഞ്ഞ ആളുകളൊക്കെ വിടാം. ഇത് ഇമാം ഷാഫി, കേരളത്തിലെ ഭൂരിപക്ഷ മുസ്ലിങ്ങൾ ഷാഫി മദ്ഹബിന്റെ ആളുകളാണ്. നമ്മുടെ നാട്ടിലെ സമസ്തക്കാരായ ആളുകൾ അംഗീകരിക്കുന്നത് ഷാഫി മദ്ഹബിന്റെ കർമ്മശാസ്ത്ര കാര്യങ്ങളും അഖീദ കാര്യങ്ങളും ഒക്കെയാണ് അവകാശപ്പെടുന്നത്. ആ ഇമാം ഷാഫിയാണ് പറയുന്നത് അസുന്ന എന്ന് പറഞ്ഞാൽ ബോർഡ് വെക്കലല്ല, ബോർഡ് വെക്കുന്ന ആളുകളൊക്കെ സുന്നത്തിന്റെ ആളാവില്ല. പിന്നെ ആരാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന സാക്ഷ്യത്തിന്റെ ഇഖ്റാർ അംഗീകരിക്കലാണ് പോരാ. പിന്നെന്താണ്? വ അന്നല്ലാഹ അലാ അർശിഹി ഫീ സമാഇഹി. നമ്മുടെ നാട്ടിലെ സാധാരണ മുസ്ലിങ്ങളോട് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ആളുകളോട് അല്ലാഹു എവിടെയെന്ന് വെച്ചാൽ ഇവിടൊക്കെയുണ്ട് എന്ന് പറയും. എല്ലാറ്റിലും അല്ലാഹുവിന്റെ അംശമുണ്ട്. വഹദത്തുൽ വജൂദ്, അദ്വൈതവാദം എന്നത് അംഗീകരിക്കുന്ന ആളുകളാണ്. എന്നാൽ അല്ലാഹു എവിടെയെന്ന് വെച്ചാൽ ആകാശത്തിലാണ് എന്ന് പറഞ്ഞാൽ അത് വഹാബിന്റെ വിശ്വാസമാണെന്ന് പറയും. അപ്പൊ അല്ലാഹു ആകാശത്തിലാണെന്നാൽ പിന്നെ നിങ്ങൾ എന്തിനാ പറയണേ? ഹദീസിൽ അല്ലാഹു ആകാശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്ന്. അപ്പൊ അല്ലാഹു ഏഴാം ആകാശത്തെ അരശിരിക്കുന്ന അല്ല എങ്ങനെയാണ് 7ാമത്തെ ആകാശത്തെ താഴേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരിക? അപ്പൊ അരശ് കാലിയാവൂലേ? ഇങ്ങോട്ട് ഇറങ്ങി വന്ന അല്ല പിന്നെ അപ്പോൾ അങ്ങോട്ട് കയറിപ്പോലെ. ഇതൊക്കെ നിങ്ങൾ ഈ അടുത്ത നാദാപുരത്ത് ഈ പറയുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആൾക്കാർ ചോദിച്ച ചോദ്യം നിങ്ങളൊക്കെ പലരും കേട്ടിട്ടുണ്ടാവും. ഇനി രാത്രിയുടെ 1/3 ബാക്കിയാകുമ്പോൾ അല്ലാഹു 1ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു എന്നാണ് ഹദീസിലുള്ളത്. അപ്പൊ ഹദീസിലുള്ളത് അങ്ങനെ തന്നെ വിശ്വസിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞതിനെ വ്യാഖ്യാനിക്കും. അപ്പൊ ഒരു കുരുട്ട് ചോദ്യം. എന്താ കുരുട്ട് ചോദ്യം? രാത്രിയുടെ 1/3 എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ രാത്രിയുടെ 1/3 വേറെ സ്ഥലത്ത് അതല്ലാതാവും. അപ്പൊ ഓരോ സമയത്തും ലോകത്തിന്റെ ഓരോ ഭാഗത്തും വ്യത്യസ്ത സമയങ്ങളിൽ ഈ രാത്രിയുടെ 1/3 ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ശവാൻ കൊടുത്തു ഇവിടെ, വേറെ സ്ഥലത്ത് മഗ്രിബാവും, വേറെ സ്ഥലത്ത് ദുഹറാവും, വേറെ സ്ഥലത്ത് അസ്റാവും, വേറെ സ്ഥലത്ത് സുബ്ഹാവും. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ 24 മണിക്കൂറിൽ ഓരോ സമയത്തും ലോകത്ത് യശാന്റെ സമയം മാറി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ എപ്പോഴും ലോകത്ത് യശാന്റെ സമയമുണ്ട്. അപ്പൊ ലോകത്ത് 24 മണിക്കൂറിനടുത്ത് എല്ലാ സമയങ്ങളിലും രാത്രിയുടെ 1/3 എന്നത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊടുക്കുക. അപ്പൊ എപ്പോഴും എന്തുണ്ട്? ലോകത്ത് ഒരിടത്തല്ലെങ്കിൽ മറ്റൊരിടത്ത് രാത്രിയുടെ 1/3 സമയമുണ്ട്. അപ്പൊ രാത്രിയുടെ 1/3 സമയത്ത് അല്ലാഹു ഇറങ്ങി വരുന്നു പറഞ്ഞാൽ അല്ലാഹു ഇവിടെ തന്നെ കുത്തിരിക്കാൻ കഴിയുള്ളൂ. ചോദ്യം കേട്ട ആളുകളെ വിശ്വാസാക്കാനുള്ള ചോദ്യം. അപ്പൊ എപ്പോഴും അല്ലാഹു 1ാം ആകാശത്ത് നിൽക്കണ്ടേ? കാരണം ലോകത്തിന്റെ ഓരോ സ്ഥലത്തും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടുന്ന് പോയാൽ പിന്നെ ചൈനയിലെ 1/3 അള്ളാഹ് ആ ഭാഗത്തേക്ക് പോകണം, ജപ്പാനിലെ രാത്രിയുടെ 1/3 അപ്പൊ അള്ളാഹ് ഭാഗത്തേക്ക് പോകണം, മലേഷ്യയിൽ എപ്പോഴാണ് അപ്പൊ അങ്ങോട്ട് പോകണം. പിന്നെ അള്ളാഹ് എപ്പോഴാണ് 7ാം ആകാശത്തേക്ക് കയറി പോകാൻ സമയം കിട്ടുക? ഇത് കുരുട്ട് ചോദ്യം ചോദിച്ചിട്ട് കളിയാക്കിയ ഇതാരാ? അഹ്ലുസുന്നത്തിന്റെ ആളുകൾ എന്ന് പറയുന്ന പണ്ഡിതന്മാർ. എന്നാൽ ഈ അഹ്ലുസുന്നത്തിന്റെ ആളുകൾ അംഗീകരിക്കുന്ന അവരുടെ ഇമാമായ ഇമാം ശാഫിഈ പറയുന്നതായി ഇമാം ദഹബി രേഖപ്പെടുത്തിയത് എന്താണ്? അല്ലാഹു അർശിലാകുന്നു ഫീ സമാഇഹി. ആ അർശിലുള്ള അല്ലാഹ് യഖ്റുബു മിൻ ഖൽഖിഹി, അവൻ അവന്റെ സൃഷ്ടികളോട് അടുത്തു വരും എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ കറങ്ങുന്നല്ല, 1ാം ആകാശത്തേക്ക് വരും. അതാണ് സൃഷ്ടികളോട് അടുക്കുന്ന അടുപ്പം. അതിന്റെ താഴോട്ട് വരില്ല. അപ്പോഴും ആകാശത്തന്നെ അർശിലാണ്. അർശിൽ നിന്നിറങ്ങിയാൽ 7ാം ആകാശത്തേക്ക് വരും. കൈഫ ശാഅ, എങ്ങനെ ഇറങ്ങുന്നു നമുക്കറിയില്ല. അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ ഇറങ്ങുന്നു. വയൻസിലു ഇലസ്സമായി ദുനിയ, 1ാം ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരുന്നു. കൈഫ ശാഅ, അവൻ ഉദ്ദേശിച്ചതുപോലെ. അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ 1ാം ആകാശത്തേക്ക് ഇറങ്ങുകയും അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ അള്ളാഹു സൃഷ്ടികളോട് അടുക്കുകയും അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ മേലോട്ട് കയറിപ്പോവുകയും ചെയ്യുന്നു. നമുക്കറിഞ്ഞൂടാ എങ്ങനെയെന്നുള്ളത്. അതുകൊണ്ടാണ് ഇമാം ഷാഫി പറഞ്ഞത് അള്ളാഹു എങ്ങനെ ഉദ്ദേശിക്കുന്നുവോ അങ്ങനെ. അപ്പൊ അതിന് കുരുട്ട് ചോദ്യം ചോദിക്കണ്ട. ആ കുരുട്ട് ചോദിക്കുന്നവൻ ഇമാം ഷാഫി സ്വീകരിച്ച അഹ്ലുസുന്നത്തിന്റെ ആളല്ല. ഇനി അൽ ജമാഅ എന്ന് അവർ പേരിടപ്പെട്ടത് നബിന്റെ ഹദീസ് പരിശോധിക്കുക. സാധാരണ നമ്മൾ കേൾക്കുന്ന ഹദീസാണ്. ജൂത ക്രിസ്ത്യാനികളായ ആളുകൾ 72 വിഭാഗമായി ഭിന്നിച്ചു. എന്റെ സമൂഹം 73 ഭിന്നിക്കും. 72ഉം നരകത്തിലാണ്. ഒരു വിഭാഗം മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. അതിൽ ഒരു റിവായത്തിൽ നമുക്ക് കാണാം. ഈ റിപ്പോർട്ട് ശൈഖ് നാസിറുദ്ദീൻ അൽബാനി സഹീഹാണ് എന്ന് അദ്ദേഹത്തിന്റെ അസ്സഹീഹയിൽ 1492 നമ്പറായി ഉദ്ധരിച്ചിട്ടുണ്ട്. നബിയോട് ചോദിച്ചു, നബിയെ, ആരാണ് ഈ 73 കക്ഷികളിൽ സ്വർഗത്തിൽ പോകുന്ന ഒരേ ഒരു കക്ഷി? അപ്പൊ നബിന്റെ മറുപടി ഹും അൽ ജമാഅ, അവര് അൽ ജമാഅത്താണ്. അവിടെ അൽ ജമാഅത്ത് എന്നാൽ ഏതെങ്കിലും സംഘമാണോ? ബോർഡ് വെച്ച ആളുകളാണോ? പ്രത്യേകം ഒരു സംഘടന പേരെഴുതിയ ആളുകളാണോ? അല്ല. അൽ ജമാഅ എന്ന് പറഞ്ഞാൽ നേരത്തെ ഇതുവരെ നമ്മൾ പറഞ്ഞു വന്ന ആ ജമാഅത്ത്. ഏത്? സഹാബത്തിന്റെ പാത സ്വീകരിച്ച യഥാർത്ഥ
ഇസ്ലാമിന്റെ ആളുകൾ, അവരാകുന്നു സ്വർഗത്തിൽ പോകുന്ന ആള്. അപ്പൊ നബി അത് വിശദീകരിച്ചത് അഹ്ലുസുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ ആ ജമാഅത്ത് ഈ പറയുന്ന ജമാഅത്താണ്. അപ്പൊ എന്ത് വേണം? ഖുർആനിനെയും സുന്നത്തിനെയും ഉൾക്കൊള്ളുന്ന അർത്ഥത്തിൽ അതിനെ സ്വീകരിക്കണം. ഇനി ഈ സാങ്കേതിക പ്രയോഗം അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ ഇപ്പറയുന്ന യഥാർത്ഥ ഇസ്ലാമിന്റെ ആളുകളാണ് എന്നുള്ളത് പൂർവികരായ ആളുകളും ഇത് അംഗീകരിച്ചിട്ടുണ്ട് എന്നതിന് തെളിവ് സഹാബികൾ തന്നെ ഇത് അംഗീകരിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രമുഖ പണ്ഡിതനും ഖുർആൻ വ്യാഖ്യാതാവുമാണ്. സൂറത്തു ആല ഇംറാനിലെ യൗമ തബിയദ്ദു വുജൂഹുൻ വ തസ്വദ്ദു വുജൂഹുൻ, ചില മുഖങ്ങൾ കറുക്കുകയും മറ്റ് ചില മുഖങ്ങൾ ഇരുളടയുകയും കറുത്തിരുളുകയും ചെയ്യുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന് പറഞ്ഞു. ആ ദിവസം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വിശദീകരിക്കുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅ, വെളുത്ത മുഖം വെളുത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ്. അപ്പൊ ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന പേര് പ്രധാന ഇപ്പുണ്ടായ പേരാണോ? അല്ല. പ്രമുഖ സഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പരലോകത്ത് മുഖം വെളുക്കുന്ന ഈമാനിന്റെ സ്വർഗത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞത് അത് അഹ്ലുസുന്നത്തിന്റെ ആളുകളാണ്. അപ്പൊ അന്നേ അഹ്ലുസുന്നത്ത് എന്ന പേരും വൽ ജമാഅ എന്ന പേരും സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാം. ലുസൂമു അസ്സുന്നത്തി വൽ ജമാഅ, ഖുർആനിലെ സൂറത്ത് താഹയിലെ 82ാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും സന്മാർഗത്തിലാവുകയും ചെയ്ത ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാകുന്നു. ഇതും ആരാ ഉദ്ധരിച്ചത്? ഇബ്നു കസീർ. ഈ പറയുന്ന ആളുകളൊക്കെ അംഗീകരിക്കുന്നതാണ്. ഇനി ഇബ്നു തൈമിയ്യന്റെ വാചകമുണ്ട്. ഇനി